ഈ കേസിനകത്ത് ഒരുപാട് പ്രശ്നമുണ്ട്. ഈ കേസ് മേൽക്കോടതിയിലോട്ട് പോകുമ്പോൾ അവൾക്ക് പറയുമ്പം ഈ 10 വർഷം ശിക്ഷ കിട്ടിയാലും മേൽക്കോടതിയിൽ പോയി എനിക്ക് പൊളിച്ചുകൊണ്ട് വരാമെന്നുള്ള ഒരു വിശ്വാസം ഈ പെൺകുട്ടിക്കും ഉണ്ട്. അത്ര ആ രീതിയിലുള്ള ഇതിനകത്ത് ഒരുപാട് ഇതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അവളുടെ വീട്ടിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അവളുടെ വീട്ടിൽ നിന്നും ഒരു സാധനവും കിട്ടിയിട്ടില്ല. അതായത് വിഷക്കുപ്പി കിട്ടിയിട്ടില്ല, ഈ വിഷം നിറച്ച പാത്രം കിട്ടിയിട്ടില്ല, വിഷം കലക്കിയ കഷായം കിട്ടിയിട്ടില്ല. അതായത് ഈ കൊലപാതകത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സാധനമാണ് അതിനുപയോഗിച്ച വസ്തു, അത് കിട്ടിയിട്ടില്ല. ആ വെപ്പൺ, ഇവിടെ വെപ്പൺ എന്ന് പറയുന്ന ആയുധം എന്ന് പറയുന്നത് വിഷമാണ്. അത് ഇവളുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. അത് ഇവളുടെ വീട്ടിൽ നിന്നും കിട്ടിയിട്ടില്ല. അത് ഇവിടുന്ന് മേടിച്ചെന്നുള്ളതും കിട്ടിയിട്ടില്ല. ഇതൊന്നും ഇതിനകത്തില്ല. അങ്ങനൊരു സാധനം ഇതിനകത്തുണ്ട്. അത് ഭയങ്കര ഇതിനകത്തൊരു വളരെ മെയിൻ പോയിൻ്റാണ്. പിന്നെ മരണമൊഴി. മരിക്കുന്നതിന് മുമ്പ് ഈ ആള് ആരാണോ വിക്ടിം, ഇര നൽകുന്ന മൊഴി വളരെ പ്രധാനമാണ്. വേറെ ഒന്നുമില്ലെങ്കിലും മരണമൊഴി ഉണ്ടെങ്കിൽ ശിക്ഷിക്കാം. പക്ഷേ മരണമൊഴിയിൽ ഷാരോൺ ഈ കുട്ടിയെ പറഞ്ഞിട്ടില്ല. കേസ് പൊളിക്കാൻ നല്ല ബുദ്ധിയുള്ളൊരു വക്കീലിനെ കിട്ടിക്കഴിഞ്ഞാൽ, പോയിൻ്റ് അറിയാവുന്ന വക്കീലിനെ കിട്ടിക്കഴിഞ്ഞാൽ സാധനം പൊളിച്ച് കണ്ടെത്തി കളയാം.